പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ടൈം ആൻഡ് വർക്കിനകത്തിലെ ക്വസ്റ്റ്യൻസ് ആണ്. RRB ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ബാക്കി ഒരു ഭാഗമായിട്ടാണ് നമ്മളൊരു പ്രത്യേകം ഒരു ടോപ്പിക്കും കൂടെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതുമായിട്ടാണ് ബന്ധമുള്ള ടോപ്പിക്ക്, ടൈം ആൻഡ് വർക്കുമായിട്ട് ബന്ധമുള്ള ടോപ്പിക്കാണ് പൈപ്പ് ആൻഡ് സിസ്റ്റേൺ. എന്താ പൈപ്പും ജലസംഭരണിയും ഈ ടോപ്പിക്കും കൂടെ അതിൻ്റെ കൂടെ പഠിച്ചെങ്കിൽ മാത്രമേ ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ടോപ്പിക്ക് കംപ്ലീറ്റ് ആകത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇതും കൂടെ അതിൻ്റെ കൂടെ പഠിക്കുന്നു. മാറ്റമൊന്നുമില്ല, ഇക്വേഷൻസൊക്കെ മാറ്റമൊന്നുമില്ല. നോക്കിക്കേ, രണ്ട് ഫോർമുലയാണ് ഈ ഒരു ടോപ്പിക്കുമായിട്ട് നമുക്ക് പഠിക്കേണ്ടത്. ആദ്യത്തത് 2 പൈപ്പ് A and B can fill or empty a cistern in X and Y hour respectively while working alone. If both the pipes are open together, then the time taken to fill or empty the cistern is given by xy divided by x plus y. എന്താ പറഞ്ഞേക്കുന്നത്? രണ്ട് പൈപ്പ് എ എന്ന് പറയുന്നതും ബി എന്ന് പറയുന്നതും രണ്ട് പൈപ്പ്, എ എന്ന് പറയുന്നതും ബി എന്ന് പറയുന്നതും രണ്ട് പൈപ്പ്. ആ പൈപ്പിന് ഒരു ടാങ്കിനെ അല്ലെങ്കിൽ ഒരു ജലസംഭരണിയെ നിറയ്ക്കാൻ വേണ്ടി എക്ക് എക്സ് ഹവറും ബിക്ക് വൈ ഹവറും എടുക്കുന്നെങ്കിൽ, എന്താ പറയുന്നത്, രണ്ട് പൈപ്പ്, ആ എ എന്ന് പറയുന്നതും ബി എന്ന് പറയുന്നതുമായ രണ്ട് പൈപ്പ്, എക്ക് ആ ഒരു ടാങ്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി എക്സ് മണിക്കൂർ എടുക്കുന്നു, ബിക്ക് ആ ടാങ്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി വൈ മണിക്കൂർ എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, ഇഫ് ബോത്ത് ദ പൈപ്സ് ആർ ഓപ്പൺ, ഇത് രണ്ടും കൂടെ ഒന്നിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എത്ര സമയം കൊണ്ട് ഈ ടാങ്ക് ഫില്ലാകും? കണ്ടോ, അതിൻ്റെ ഇക്വേഷൻ എന്താ? xy ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ. ഈ ഇക്വേഷൻ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? കഴിഞ്ഞ ടൈം ആൻഡ് വർക്കുമായി ബന്ധപ്പെട്ട് എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? എ എന്ന് പറയുന്ന ആൾക്ക് ഒരു ജോലി ചെയ്യാൻ എക്സ് ദിവസവും ബി എന്ന് പറയുന്ന ആൾക്ക് ഒരു ജോലി ചെയ്യാൻ വൈ ദിവസവും എടുക്കുന്നെങ്കിൽ എയും ബിയും കൂടെ ചേർന്ന് ആ ജോലി ചെയ്യാൻ എത്ര ദിവസം എടുക്കും? xy ഡിവൈഡ് ബൈ എക്സ് പ്ലസ് വൈ. ഇതേ നോക്കിയേ, സെയിം ഡയലോഗ് അല്ലേ ഇവിടെ എഴുതിയേക്കുന്നത്. ഇവിടെ 2 പൈപ്പ് എ എന്നും ബി എന്നും പറയുന്ന രണ്ട് പൈപ്പുണ്ട്. ആ പൈപ്പിന് ഒരു ടാങ്ക് ഫില്ല് ചെയ്യാൻ എക്സ് മണിക്കൂറും വൈ മണിക്കൂറും എടുക്കുന്നെങ്കിൽ ഇത് രണ്ടും കൂടെ ഒന്നിച്ച് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എത്ര മണിക്കൂർ എടുക്കും എന്നാണ് ക്വസ്റ്റ്യൻ. കേട്ടോ, രണ്ട് ക്വസ്റ്റ്യനും രണ്ട് സ്റ്റേറ്റ്മെൻറ്റും സെയിം ആണ് അല്ലേ? ഇക്വേഷനും സെയിം ആണ്. അടുത്ത ഇക്വേഷൻ നോക്കിയേ, എ ടാങ്ക് ടേക്സ് എക്സ് അവർ ടു ബി ഫിൽഡ് ബൈ എ പൈപ്പ് ബട്ട് ഡ്യൂ ടു ലീക്ക് ഇറ്റ് ഈസ് ഫിൽഡ് ബൈ വൈ ഹവർ. ദ എമൗണ്ട് ഓഫ് ടൈം ഇൻ വിച്ച് ദ ലീക്ക് ക്യാൻ എംപ്റ്റി ദ ഫുൾ ടാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എ എന്ന് പറയുന്ന ഒരു ടാങ്ക് ഉണ്ട്. ഒരു ടാങ്കിലേക്ക് എ എന്ന് പറയുന്ന ഒരു പൈപ്പുണ്ട്. ഈ പൈപ്പിനകത്ത് കൂടെ ഈ ടാങ്കിലേക്ക് വെള്ളം നിറയാൻ വേണ്ട സമയം എന്ന് പറയുന്നത് എക്സ് മണിക്കൂറാണ്. എ എന്ന് പറയുന്ന പൈപ്പിൽ കൂടി ആ ടാങ്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയം എന്ന് പറയുന്നത് എക്സ് മണിക്കൂറാണ്. പക്ഷേ ഈ ടാങ്കിനൊരു ലീക്കുണ്ട്, ഒരു ചോർച്ചയുണ്ട്. ആ ചോർച്ചയിൽ കൂടി വെള്ളം പോകുന്നുണ്ട്. അതുകൊണ്ട് എ എന്ന് പറയുന്ന പൈപ്പിൽ കൂടി ഈ ടാങ്കിനകത്തിലേക്ക് വെള്ളം നിറയ്ക്കാൻ എടുക്കുന്ന സമയം വൈ ഹവർ. പറഞ്ഞാൽ മനസ്സിലായോ? ഒരു ടാങ്ക് ഉണ്ട്, ആ ടാങ്കിന് ലീക്ക് ഇല്ലാത്ത സമയം, ആ ടാങ്കിന് കുഴപ്പമൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ എ എന്ന് പറയുന്ന പൈപ്പിൽ കൂടി ആ ടാങ്ക് വെള്ളം നിറയാൻ എടുക്കുന്ന സമയം എക്സ് മണിക്കൂറാണ്. ഇനി അതിനകത്തിലൊരു ലീക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ലീക്ക് കാരണം ആ പൈപ്പിനകത്തിൽ കൂടെ ടാങ്കിൽ വെള്ളം നിറയാൻ എടുക്കുന്ന സമയം വൈ ഹവർ ആണെങ്കിൽ ദ എമൗണ്ട് ഓഫ് ടൈം ഇൻ വിച്ച് ദ ലീക്ക് ക്യാൻ എംപ്റ്റി ദ ഫുൾ ടാങ്ക്, അങ്ങനെയാണെങ്കിൽ ഫുള്ളായിട്ട് വെള്ളം ലീക്ക് ചെയ്ത് എംറ്റി ആകാൻ എടുക്കുന്ന ടൈമാണ് പറഞ്ഞേക്കുന്നത് xy ഡിവൈഡ് ബൈ വൈ മൈനസ് എക്സ് അല്ലേ? മോഡൽ 2-നകത്ത്, ഈ ടൈം ആൻഡ് വർക്കിനകത്തിലെ മോഡൽ 2-നകത്തിലുള്ള ഇക്വേഷനാണ് xy ഡിവൈഡ് ബൈ വൈ മൈനസ് എക്സ് എന്നുള്ളത്. നമ്മൾ മോഡൽ 2-നകത്ത് ഡിസ്കസ് ചെയ്തതാണ്. അതേ ഇക്വേഷനാണ്, അതേ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് നമുക്ക് കണക്കുകൾ ചെയ്ത് നോക്കാം. ഇതേ നോക്കിയേ, 8 ടാപ്പ് ഹാവിങ് ദ സെയിം റേറ്റ് ഓഫ് ഫ്ലോ ക്യാൻ ഫിൽ എ ടാങ്ക് ഇൻ 27 മിനിറ്റ്. എന്താ പറഞ്ഞേക്കുന്നത്? ഒരു 8 ടാപ്പുകളുണ്ട്. 8 ടാപ്പുകൾ ഉപയോഗിച്ച് ഒരു ടാങ്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി 27 മിനിറ്റ് എടുക്കും. 8 ടാപ്പ് ഉപയോഗിച്ച് ഒരു ടാങ്ക് ഫില്ല് ചെയ്യാൻ 27 മിനിറ്റ് എടുക്കും. 2 ടാപ്സ് ഗോ ഔട്ട് ഓഫ് ഓർഡർ. 2 ടാപ്പ് അതിൽ നിന്നും എന്ത് ചെയ്തു? നശിച്ചു പോയി. 2 ടാപ്പ് പ്രവർത്തനരഹിതമായി പോയി എങ്കിൽ then the time taken by the remaining tap of fill the tank will be.
എന്താ പറഞ്ഞേക്കുന്നത്, 8 ടാപ്പ് ഉപയോഗിച്ച് 27 മിനിറ്റ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ടാങ്ക് ഫില്ല് ചെയ്യും. 8 ടാപ്പ് ഉപയോഗിച്ച് 27 മിനിറ്റ് കൊണ്ട് നമ്മൾ ടാങ്ക് ഫില്ല് ചെയ്യും. അതിൽ 2 ടാപ്പ് എന്ത് ചെയ്തു, പ്രവർത്തനരഹിതമായി. ബാക്കി എത്ര ടാപ്പ് ഉണ്ടായിരിക്കും, 6 ടാപ്പ് ഉണ്ടായിരിക്കും അല്ലേ. ഈ 6 ടാപ്പ് ഉപയോഗിച്ച് എത്ര മിനിറ്റ് കൊണ്ട് ആ ടാങ്ക് ഫില്ല് ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളിതേ ഇത് നോക്കിയാൽ തന്നെ നമുക്ക് എങ്ങോട്ടേക്ക് പോകാം, അംശബന്ധം എന്ന പ്രപ്പോർഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് പോകാം. ദേ നോക്കിയേ, 8 നിന്നും 6 കുറഞ്ഞു കഴിഞ്ഞാൽ 27 മിനിറ്റിൽ നിന്നും എന്തിലേക്ക് വരും, അതിനേക്കാൾ കൂടിയ സമയം എടുക്കും അല്ലേ. 8 മിനിറ്റ് കൊണ്ട് 8 പൈപ്പുകൾ 27 മിനിറ്റ് കൊണ്ട് നിറയ്ക്കുന്ന ഒരു ടാങ്ക് 6 പൈപ്പുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും, 27-നേക്കാൾ കൂടുതൽ സമയം എടുക്കും അല്ലേ. അപ്പോൾ ഇവിടുന്ന് എമൗണ്ട് കൂടും, 27-നേക്കാൾ വലിയൊരു എമൗണ്ട് ആയിരിക്കും അവിടെ വരുന്നത്. അപ്പോൾ നോക്കിയോ, ഒരു സൈഡ് കുറയുകയും മറു സൈഡ് കൂടുകയും ചെയ്തു കഴിഞ്ഞാൽ ഇത് ഏത് പ്രപ്പോർഷനിൽ വരും, ഇൻഡയറക്റ്റ് പ്രപ്പോർഷനിൽ വരും അല്ലേ, ഇൻഡയറക്റ്റ് പ്രപ്പോർഷനിൽ വരും. അതുകൊണ്ട് എങ്ങനെ ആയിരിക്കും ഇത് ചെയ്യുന്നത്, ഇൻഡയറക്റ്റ് പ്രപ്പോർഷൻ വന്നാൽ എന്ത് ചെയ്യുക, ഡയറക്റ്റ് ഗുണിക്കുക. 8 × 27 = 6 × x. ഇവിടെ നിന്ന് x ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. x = 8 × 27 ഡിവൈഡഡ് ബൈ ഈ ഗുണിച്ചിരിക്കുന്ന 6 = ഇപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും, ഡിവിഷൻ ആകും. ഇത് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതിനെ ക്യാൻസൽ ചെയ്ത് നോക്കിയേ, ഇവിടെ 3 കിട്ടും, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 4 കിട്ടും. ഇനി 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 27 ഡിവൈഡ് ചെയ്യാം 9 എന്ന് കിട്ടും. 4 × 9 36, 4 × 9 36 എന്ന് കിട്ടും. 36 മിനിറ്റ് എടുക്കും. മനസ്സിലായോ പറഞ്ഞത്? നമ്മൾ ടൈം ആൻഡ് വർക്ക് ചെയ്തപ്പോഴും നമ്മൾ പറഞ്ഞു ഇതിനകത്തുള്ള കൂടുതൽ കണക്കും എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, അംശബന്ധമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, അനുപാതമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലേ. അതുകൊണ്ട് അനുപാതം എന്ന ടോപ്പിക്കും കൂടി നിങ്ങൾ വൃത്തിയായിട്ട് കണ്ടതിന് ശേഷം ഈ ടോപ്പിക്കിനകത്തുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ മനസ്സിലായല്ലോ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് നോക്കിയേ, 1 ടാപ്പ് ക്യാൻ ഫിൽ ടാങ്ക് ഇൻ 1 hour. 1 എന്നാണ് എഴുതിയിരിക്കുന്നത്, 1 hour എന്നാണ് കേട്ടോ. 1 ടാപ്പ് ക്യാൻ ഫിൽ ദ ടാങ്ക് ഇൻ 1 hour വൈൽ അതർ ക്യാൻ empty it in 50 minutes. If the tank is full and both the tap are open, what time will the tank be emptied? എന്താ പറയുന്നത്, ഒരു ടാപ്പിന് ഈ ടാങ്ക് ഫില്ല് ചെയ്യാൻ 1 മണിക്കൂർ എടുക്കും. ഒരു ടാപ്പിന് ഈ ടാങ്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി എത്ര മിനിറ്റ് എടുക്കും, 1 മണിക്കൂർ എടുക്കും. 1 മണിക്കൂർ എന്ന് പറയുന്നത് എത്ര മിനിറ്റാണ്, 60 മിനിറ്റ്. അതർ ക്യാൻ empty it in 50 മിനിറ്റ്. വേറൊരു പൈപ്പ് ഉണ്ട്, ആ പൈപ്പിന് ഇതിനെ empty ആക്കാൻ, ഈ നിറഞ്ഞിരിക്കുന്ന ടാങ്കിനെ empty ആക്കാൻ എത്ര മിനിറ്റ് മതി, 50 മിനിറ്റ്, 50 മിനിറ്റ് മതി, 50 മിനിറ്റ്. ഇഫ് ദ ടാങ്ക് ഈസ് ഫുൾ ആൻഡ് ബോത്ത് ദ ടാപ്പ് ആർ ഓപ്പൺ. ഈ ടാങ്ക് ഫുള്ളായി നിൽക്കുമ്പോൾ 2 പൈപ്പുകളും ഓപ്പൺ ചെയ്യുക. വാട്ട് ടൈം വിൽ ദ ടാങ്ക് ബി എംപ്റ്റീഡ്? എങ്കിൽ എത്ര സമയം കൊണ്ട് ഈ ടാങ്ക് എംപ്റ്റി ആകുമെന്നാണ് ക്വസ്റ്റ്യൻ. മനസ്സിലായോ? ഒരു ടാങ്ക് ഫില്ല് ചെയ്യാൻ 60 മിനിറ്റ് എടുക്കും. അതേ ടാങ്ക് എംറ്റി ആകാൻ വേണ്ടി ഒരു പൈപ്പ് തുറന്നാൽ അത് എംറ്റി ആവും. എംറ്റി ആകാൻ വേണ്ടി എടുക്കുന്ന സമയം 50 മിനിറ്റ്. അങ്ങനെയാണെങ്കിൽ ഇഫ് ദ പൈപ്പ് നമ്മൾ ഒരേ സമയം തുറന്നു വിടുകയാണെങ്കിൽ എത്ര മിനിറ്റ് കൊണ്ട് ആ ടാങ്ക് കാലിയാവും, എംറ്റി ആകുമെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരു കാര്യം കൂടെ പറയാം. ടാങ്ക് ഫുള്ളാകാൻ എടുക്കുന്ന അല്ലെങ്കിൽ ഒരു ടാങ്ക് ഫില്ലാകാൻ വേണ്ടി എടുക്കുന്ന ടൈം പോസിറ്റീവായിട്ട് നമ്മൾ കണക്കാക്കണം. ഒരു ടാങ്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ടൈമിനെ പോസിറ്റീവായിട്ട് കണക്കാക്കണം. ഒരു ടാങ്ക് എംറ്റി ആകാൻ എടുക്കുന്ന ടൈമിനെ നമ്മൾ നെഗറ്റീവായിട്ടും കണക്കാക്കണം. ഇത് പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, ഒരു ടാങ്ക് ഫില്ലാകാൻ എടുക്കുന്ന ടൈമിനെ പോസിറ്റീവായിട്ട് കണക്കാക്കണം. ഒരു ടാങ്ക് എംറ്റി ആകാൻ എടുക്കുന്ന സമയത്തെ നെഗറ്റീവായിട്ടും കണക്കാക്കണം. ഇത് ഇവിടെ നോക്കിയേ, ഫുള്ളാകാൻ 60 മിനിറ്റും എംറ്റി ആകാൻ 50 മിനിറ്റും എടുക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടെ ഓപ്പൺ ചെയ്യുകയാണെന്നല്ലേ പറഞ്ഞേക്കുന്നത്. രണ്ടും കൂടെ ഒന്നിച്ച് പ്രവർത്തിച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും, നമുക്കത് ഈ ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റി എഴുതി നോക്കിയാലോ. എ എന്ന് പറയുന്ന പൈപ്പ്, ബി എന്ന് പറയുന്ന പൈപ്പ് അല്ലേ. രണ്ടും കൂടെ ഒന്നിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്കെന്ത് പറയാം, A+B എന്ന് പറയാം അല്ലേ. രണ്ടുപേരും കൂടെ ഒന്നിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ A+B എന്ന് പറയാം. നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു, രണ്ടുപേരും കൂടെ ഒന്നിച്ചാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ എന്തായിരിക്കുന്നു ഇക്വേഷൻ, രണ്ടുപേരും കൂടെ ഒന്നിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ XY ഡിവൈഡഡ് ബൈ X+Y അല്ലേ. XY ഡിവൈഡ് ബൈ X+Y. ഇവിടുത്തെ എക്സ് എന്ന് പറയുന്നത് എത്രയാ, 60 മിനിറ്റ്. വൈ എന്ന് പറയുന്നത് 50 മിനിറ്റ്. ഡിവൈഡഡ് ബൈ എക്സ് എന്ന് പറയുന്നതോ 60 മിനിറ്റ്. അടുത്ത വൈ എന്ന് പറയുന്നത് 50 മിനിറ്റ്. പക്ഷേ ഇവിടെ 50 എടുക്കുമ്പോൾ ഒരു കാര്യം ആലോചിക്കും, ഇത് എംറ്റി ആകാൻ എടുക്കുന്ന സമയമാണ്. അതുകൊണ്ട് എംറ്റി ആകാൻ എടുക്കുന്ന സമയത്തെ നമ്മൾ എന്തെന്ന് റെപ്രസെൻറ്റ് ചെയ്യണം, നെഗറ്റീവ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യണം. -50. മനസ്സിലായോ? -50 പറഞ്ഞ് മനസ്സിലായോ? ഓക്കെ, ഇനി 5 × 6
3000 എന്ന് കിട്ടിയില്ലേ. 5 × 6 30, 2 0 കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ 3000 ഡിവൈഡ് ബൈ 60 മൈനസ് 50 10 എന്ന് കിട്ടും അല്ലേ. 0 0 ക്യാൻസൽ ചെയ്താൽ നമുക്ക് ആൻസർ എത്ര എന്ന് കിട്ടും? 300 മിനിറ്റ് എന്ന് കിട്ടും. 300 മിനിറ്റ്. രണ്ട് പൈപ്പും കൂടെ ഒന്നിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എത്ര സമയം കൊണ്ട് തീരും? 300 മിനിറ്റ് എന്ന് കിട്ടും. അതായത് 300 മിനിറ്റിനെ നമ്മൾ മണിക്കൂറിലേക്ക് മാറ്റുമ്പോൾ 300 ഡിവൈഡഡ് ബൈ 60 അല്ലേ. 0 0 ക്യാൻസൽ ചെയ്ത് 30 6 കൂടെ ചെയ്യുമ്പോൾ 5 മണിക്കൂർ കൊണ്ട് എന്ത് ചെയ്യും? ആ ടാങ്ക് എം ടി ആവും. 5 മണിക്കൂർ കൊണ്ട് ടാങ്ക് എന്ത് ചെയ്യും? എം ടി ആവും. മനസ്സിലായോ? അപ്പോൾ എ എന്ന് പറയുന്ന ടാപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് തുറന്നു വിട്ട് കഴിഞ്ഞാൽ ടാങ്ക് എന്ത് ചെയ്യും? ഫുള്ളാകും. ബി എന്ന് പറയുന്ന ടാപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് തുറന്നു വിട്ടാൽ ഇതെന്താവും? എം ടി ആകും. മനസ്സിലായോ? അതിപ്പം നമ്മൾ പഠിച്ചു വെക്കുക. ഒരു ടാങ്ക് ഫില്ലാകാൻ എടുക്കുന്ന സമയത്തെ പോസിറ്റീവായിട്ടും ഒരു ടാങ്ക് എം ടി ആകാൻ എടുക്കുന്ന സമയത്തെ നെഗറ്റീവായിട്ടും കൺസിഡർ ചെയ്യണം. ഇനി രണ്ടും കൂടെ ഒന്നിച്ച് തുറക്കാമെന്ന് വെച്ചാൽ രണ്ടും കൂടെ ഒന്നിച്ച് പ്രവർത്തിക്കുന്നു എന്ന അർത്ഥം അല്ലേ. രണ്ടുപേരും കൂടെ ഒന്നിച്ച് പ്രവർത്തിച്ചാലുള്ള സമയം കണ്ടുപിടിക്കാൻ എങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻ പഠിച്ചത്? XY ഡിവൈഡ് ബൈ X + Y. അതായത് 60 × 50 ഡിവൈഡ് ബൈ 60 മൈനസ് 50. ഇവിടെ മൈനസ് എടുക്കാൻ കാരണം എന്താണ്? നമ്മൾ പറഞ്ഞു എം ടി ആകാൻ എടുക്കുന്ന ടൈം നെഗറ്റീവ് കൺസിഡർ ചെയ്യണം അല്ലേ. അതുകൊണ്ട് -50 എന്ന് എടുക്കുന്നു. മനസ്സിലായോ? ഓക്കെ. ഇതല്ലെങ്കിൽ മറ്റൊരു ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാം. നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ ഇക്വേഷൻ ഉണ്ടല്ലോ, അതേ നോക്കിയേ. എ ടാങ്ക് ടേക്സ് X അവർ ടു ബി ഫിൽഡ് ബൈ എ പൈപ്പ്. ഒരു പൈപ്പിന് ഒരു ടാങ്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി X മണിക്കൂർ എടുക്കും. അതിനകത്തൊരു ലീക്ക് കാരണം അത് എത്ര മണിക്കൂറാവും? Y മണിക്കൂർ ആവുമെങ്കിൽ ദ എമൗണ്ട് ഓഫ് ടൈം, അവിടുത്തെ ലീക്ക് കാരണം ഈ ടാങ്കിൽ നിന്നും പുറത്തു പോകുന്ന അല്ലെങ്കിൽ ഈ ടാങ്ക് എം ടി ആകാൻ എടുക്കുന്ന സമയം കണ്ടുപിടിക്കുന്നത് നമ്മൾ പഠിച്ചു അല്ലേ. XY ഡിവൈഡ് ബൈ Y മൈനസ് X. ആ ഇക്വേഷൻ ഇട്ട് കൊടുത്താലും നമുക്ക് എന്ത് ചെയ്യാം? ഇത് കണ്ടുപിടിക്കാം. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദേ റണ്ണിങ് അറ്റ് ദ സെയിം കോൺസ്റ്റന്റ് റേറ്റ് 6 ഐഡൻറ്റിക്കൽ മെഷീൻസ് ക്യാൻ പ്രൊഡ്യൂസ് എ ടോട്ടൽ ഓഫ് 270 bottles per minute. At this rate, how many bottles could 10 such machines produce in 4 minutes? എന്താ പറഞ്ഞേക്കുന്നത്? റണ്ണിങ് അറ്റ് ദ സെയിം കോൺസ്റ്റൻറ്റ് റേറ്റ്, ഒരേ റേറ്റിൽ പ്രവർത്തിക്കുന്ന 6 മെഷീൻ, ഒരേപോലത്തെ 6 മെഷീൻ, ഒരേ രീതിയിൽ പ്രവർത്തിക്കുന്ന 6 മെഷീനിൽ നിന്നും ഒരു മിനിറ്റിൽ നമുക്ക് കിട്ടുന്ന ബോട്ടിൽ എന്ന് പറയുന്നത് 270 ആണ്. 270 ബോട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്? ആ 6 മെഷീനും കൂടെ ഒരേ റേറ്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഒരേ റേറ്റിൽ അത് 6 മെഷീൻസ് പ്രവർത്തിക്കുന്നുണ്ട്. ഈ 6 മെഷീനിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ പ്രോഡക്റ്റ് ബോട്ടിൽ എന്ന് പറയുന്നത് എത്ര എണ്ണമാണ്? 270 എണ്ണം. എത്ര മിനിറ്റിൽ? ഒരു മിനിറ്റിൽ 270 ബോട്ടിലാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ, 6 മെഷീനിൽ നിന്നും. ഇതിൽ നിന്നും നമുക്കൊരു കാര്യം കണ്ടുപിടിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു മെഷീനിൽ നിന്നും നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? 270 ഡിവൈഡഡ് ബൈ 6 അല്ലേ. ഒരു മെഷീനിൽ നിന്നും നമുക്ക് കിട്ടുന്നത് 270 ഡിവൈഡ് ബൈ 6 എത്ര കിട്ടുമായിരിക്കും? നമുക്ക് 45 എന്ന് കിട്ടും. അപ്പോൾ ഒരു മെഷീനിൽ നിന്നും ഒരു മിനിറ്റിൽ ഒരു മിനിറ്റിൽ നമുക്ക് എത്ര പ്രോഡക്റ്റ് കിട്ടുന്നുണ്ട്? 45 പ്രോഡക്റ്റ് കിട്ടുന്നുണ്ട്. 45 പ്രോഡക്റ്റ്. അവരെന്താ പറഞ്ഞേക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ റേറ്റിൽ ഹൗ മെനി ബോട്ടിൽസ് കുഡ് 10 സച്ച് മെഷീൻസ്, 10 മെഷീനിൽ നിന്ന് അങ്ങനെയാണെങ്കിൽ എത്ര പ്രോഡക്റ്റ് കിട്ടും? ആദ്യം നമുക്ക് 10 മെഷീനിൽ നിന്നും നോക്കിയേ. ഒരു മെഷീനിൽ നിന്നും ഒരു മിനിറ്റിൽ നമുക്ക് 45 പ്രോഡക്റ്റ് കിട്ടുന്നെങ്കിൽ 10 മെഷീനിൽ നിന്നും ഒരു മിനിറ്റിൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 45 × 10 അല്ലേ. 45 × 10 450 എണ്ണം. 450 എണ്ണം. മനസ്സിലായോ? ഒരു മെഷീനിൽ നിന്നും ഒരു മിനിറ്റിൽ നമുക്ക് 45 പ്രോഡക്റ്റ് കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ 10 മെഷീനിൽ നിന്നും ഒരു മിനിറ്റിൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 45 × 10 ആണ് 450. നമുക്ക് എത്ര മിനിറ്റിലാണ് കണ്ടുപിടിക്കേണ്ടത്? 4 മിനിറ്റിലാണ് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ 10 മെഷീനിൽ നിന്നും 4 മിനിറ്റിൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 450 × 4 ആയിരിക്കും. ഒരു മിനിറ്റിൽ 450 പ്രോഡക്റ്റ് കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 4 മിനിറ്റിൽ എത്ര പ്രോഡക്റ്റ് കിട്ടുമായിരിക്കും? 450 × 4 അല്ലേ. 450 × 4 എത്ര കിട്ടും? നമുക്ക് 1800 എന്ന് കിട്ടും. 1800 പ്രോഡക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. മനസ്സിലായോ പറഞ്ഞത്? ഡൗട്ട് വല്ലതും ഉണ്ടോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എ ടാങ്ക് ക്യാൻ ബി ഫിൽഡ് ബൈ 1 ടാപ്പ് ഇൻ 20 മിനിറ്റ്. ഒരു ടാപ്പ്, എ എന്ന് പറയുന്നൊരു ടാപ്പ് 20 മിനിറ്റ് കൊണ്ട് ഒരു ടാങ്ക് ഫില്ല് ചെയ്യും.
ബൈ അനദർ ഇൻ 25 മിനിറ്റ്സ്. വേറൊരു ടാപ്പ് ഉണ്ട് ബി എന്ന് പറയുന്നത്, അത് 25 മിനിറ്റ്സ് കൊണ്ട് ഈ ടാങ്ക് ഫില്ല് ചെയ്യും. ബോത്ത് ദ ടാപ്പ് ആർ കെപ്റ്റ് ഓപ്പൺ ഫോർ 5 മിനിറ്റ്സ്. രണ്ട് ടാപ്പും 5 മിനിറ്റിലേക്ക് എന്ത് ചെയ്തു, ഓപ്പൺ ചെയ്ത് വെച്ചു. രണ്ട് ടാപ്പും 5 മിനിറ്റത്തേക്ക് ഓപ്പൺ ചെയ്ത് വെച്ചു. ആൻഡ് ദെൻ ദ സെക്കൻഡ് ഈസ് ടേൺഡ് ഓഫ്. അതിനുശേഷം രണ്ടാമത്തെ എന്ത് ചെയ്തു, അങ്ങ് ഓഫ് ചെയ്തു. രണ്ടാമത്തെ ടാപ്പ് അങ്ങ് അടച്ചു. അങ്ങനെയാണെങ്കിൽ ഇൻ ഹൗ മെനി മിനിറ്റ്സ് മോർ ഇൻ ദ ടാങ്ക് കംപ്ലീറ്റ്ലി ഫിൽഡ്. ഇനി എത്ര മിനിറ്റ് കൂടി എ എന്ന് പറയുന്ന പൈപ്പ് തുറന്നു വിട്ടാലാണ് ഈ ടാങ്ക് ഫില്ലാവുക? പറഞ്ഞ മനസ്സിലായോ? എയും ബിയും കൂടി 5 മിനിറ്റ്, എയും ബിയും കൂടി 5 മിനിറ്റത്തേക്ക് എന്ത് ചെയ്തു, ഈ പൈപ്പ് തുറന്നു വിട്ടു. 5 മിനിറ്റ് എയും ബിയും കൂടി ഒന്നിച്ച് തുറന്നു വിട്ടു. അതിനുശേഷം ബി എന്ന് പറയുന്ന പൈപ്പ്, രണ്ടാമത്തെ പൈപ്പ് അങ്ങ് ഓഫാക്കി. രണ്ടാമത്തെ പൈപ്പ് ഓഫാക്കി കഴിഞ്ഞാൽ ബാക്കി ബാക്കി എ എന്ന് പറയുന്ന പൈപ്പിൽ നിന്ന് മാത്രമേ ബാക്കി വെള്ളം വരൂ, അല്ലേ? അങ്ങനെ എ മാത്രം തുറന്നു വിട്ടാൽ ഇനി എത്ര മിനിറ്റ് കൂടി എടുക്കേണ്ടി വരും, എത്ര മിനിറ്റ് കൂടി വേണ്ടി വരും ആ ടാങ്ക് ഫില്ലാകാൻ എന്നാണ് ക്വസ്റ്റ്യൻ. പറഞ്ഞു കേട്ടോ. അപ്പോൾ എങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇങ്ങോട്ട് നോക്കിയേ. എ എന്ന് പറയുന്ന ടാങ്ക് 20 മിനിറ്റ് കൊണ്ട് എ എന്ന് പറയുന്ന പൈപ്പ് 20 മിനിറ്റ് കൊണ്ട് ആ ടാങ്ക് ഫില്ലാകുമെങ്കിൽ നമുക്ക് പറയാം 1 മിനിറ്റ് കൊണ്ട് എ എന്ന് പറയുന്ന പൈപ്പിൽ നിന്നും വരുന്ന, അല്ലെങ്കിൽ എ എന്ന് പറയുന്ന പൈപ്പ് ചെയ്യുന്ന ജോലി, അല്ലെങ്കിൽ പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1/20. എ എന്ന് പറയുന്ന പൈപ്പ് 1 മിനിറ്റ് കൊണ്ട് ഫില്ല് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/20 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ രണ്ടുപേരും 5 മിനിറ്റ് എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് ഫില്ലാകുന്നതോ 5/20 ആയിരിക്കും. 5/20 എന്ന് പറയുന്നത് എത്ര കിട്ടും നമുക്ക്? 1/4 എന്ന് കിട്ടും, അല്ലേ? രണ്ടിടത്തും 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആൻസർ 1/4 എന്ന് കിട്ടും. അപ്പം 5 മിനിറ്റ് എ എന്ന് പറയുന്ന പൈപ്പ് തുറന്നു വിട്ടാൽ 1/4 നിറയും, അല്ലേ? ഇനി അടുത്ത് എന്താ പറയുന്നത്? ബി എന്ന് പറയുന്ന പൈപ്പ് 25 മിനിറ്റത്തേക്ക് ഓപ്പൺ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ 1 മിനിറ്റ് ഓപ്പൺ ചെയ്താൽ 1/25 കിട്ടും. ഇവിടെ 5 മിനിറ്റ് സെക്കൻഡും ഓപ്പൺ ആക്കി വെച്ചെന്ന് പറഞ്ഞു, അല്ലേ? എയും ബിയും 5 മിനിറ്റ് എന്ത് ചെയ്തു, ഓപ്പൺ ചെയ്ത് വെച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഇത് 1/5 എന്ന് കിട്ടും. 5 മിനിറ്റ് ഓപ്പൺ ചെയ്തുകൊണ്ട് 1/5. ഇനി നമ്മളെന്താ പറയുന്നത്? 5 മിനിറ്റ് എയും ബിയും ഓപ്പൺ ആയിരുന്നു, അല്ലേ? എയും ബിയും എന്ത് ചെയ്തു, 5 മിനിറ്റ് ഓപ്പൺ ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മിനിറ്റ് ഓപ്പൺ ആയിരുന്ന ഭാഗം എന്ന് പറയുന്നത് 1/4 ആണ്, പ്ലസ് 1/5. 1/4 പ്ലസ് 1/5 നമുക്ക് എത്ര കിട്ടും ആൻസർ? 5 + 4 / 5 × 4. 5 × 4 എത്ര കിട്ടും? 5 × 4 9 / 5 × 4 I 4 20. 9 / 20 എന്ന് കിട്ടും. അതായത് എയും ബിയും കൂടെ ചേർന്ന് 5 മിനിറ്റ് കൊണ്ട് ഫില്ല് ചെയ്തതെന്ന് പറഞ്ഞാൽ 9/20 ആണ്. 9/20 ആണ്. എയും ബിയും കൂടെ ചേർന്ന് 5 മിനിറ്റ് കൊണ്ട് ഫില്ല് ചെയ്തത് 9/20 ആണ്. റിമൈനിങ് പാർട്സ് എത്രയായിരിക്കും? റിമൈനിങ് ഭാഗം ഇനി എത്ര പാർട്ടും കൂടെ ഫില്ലാകാനുണ്ട്? എങ്ങനെ കണ്ടുപിടിക്കും നമ്മൾ? 1 - 9/20. 1 - 9/20, അല്ലേ? 1 എന്ന് പറയുന്നത് നമുക്കിവിടെ 20 / 20 എന്ന് എടുക്കാം, -9/20, അല്ലേ? 20/20 എന്ന് പറയുന്നത് എത്ര? 1. അതുകൊണ്ടാണ് 1ന് പകരം നമ്മൾ 20/20 എന്ന് എടുത്തു കഴിഞ്ഞാൽ 20 - 9 എത്ര കിട്ടും നമുക്ക്? 11 കിട്ടും, അല്ലേ? 11 / 20. ഇനി റിമൈനിങ് പാർട്ട് എന്ന് പറയുന്നത് എത്ര? 11 / 20 ആണ്. 11 / 20 ആണ്. എ ഫില്ലാകാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത് എന്താ? ബി ഓഫ് ചെയ്തു. ഇനി ആരാണ് ഫില്ല് ചെയ്യേണ്ടത്? എ ആണ് ഫില്ല് ചെയ്യേണ്ടത്. എക്കാണ് ഇനി ഫില്ല് ചെയ്യാനുള്ളത്, അല്ലേ? അങ്ങനെയാണെങ്കിൽ നോക്കി, എ ഫില്ലാകാൻ എടുക്കുന്ന സമയം 20 ആണ്, അല്ലേ? എ ഫില്ലാകാൻ എടുക്കുന്ന സമയം എത്ര? 20 മിനിറ്റ് ആണ്. അപ്പോൾ റിമൈനിങ് പാർട്ടായ 11/20 നമ്മൾ എയുടെ സമയമായ 20 കൊണ്ട് ഇൻറ്റു ചെയ്യണം. 20ഉം 20ഉം ക്യാൻസലായിപ്പോയി. ബാക്കി അവശേഷിക്കുന്ന എത്ര ഉണ്ട്? 11 മിനിറ്റ്. അപ്പം 11 മിനിറ്റ് എടുക്കും ഇനി എന്ത് ചെയ്യാൻ? ആ ടാങ്ക് ഫില്ലാകാൻ 11 മിനിറ്റ് എടുക്കും. ഓക്കെ ആണോ പറഞ്ഞത്? ഇത് നമ്മൾ നേരത്തെ ചെയ്ത കണക്കാണ്, അല്ലേ? ഇതേ നോക്കി, എ എന്ന് പറയുന്ന ആൾക്ക് 20 മിനിറ്റ് വേണം. അതായത് 5 മിനിറ്റ് കൊണ്ട് അയാൾ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് 5/20 ആണ്. 5/20 എന്ന് വെച്ചാൽ 1/4. 1/4 ഭാഗം ആര് ഫില്ല് ചെയ്യും? ആ ടാങ്കിൻ്റെ 1/4 ഭാഗം 5 മിനിറ്റ് കൊണ്ട് എ ഫില്ല് ചെയ്യും. അതേപോലെ ബി ഫില്ല് ചെയ്യുന്ന ഭാഗം എന്ന് പറയുന്ന 5 മിനിറ്റ് കൊണ്ട് 1/5 ഭാഗം ഫില്ല് ചെയ്യും. അങ്ങനെയാണെങ്കിൽ എയും ബിയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ആ ടാങ്കിൻ്റെ 9/20 ഭാഗം ഫില്ലാകും. ബാക്കി അവശേഷിക്കുന്നത് 11/20 ഭാഗമാണ്. ബാക്കി അവശേഷിക്കുന്ന ഭാഗം എന്ന് വെച്ചാൽ 11/20 ഭാഗമാണ്. അത് ആരാണ് ഫില്ല് ചെയ്യേണ്ടത്? എ ഒറ്റയ്ക്കാണ് ഫില്ല് ചെയ്യേണ്ടത്, അല്ലേ? അങ്ങനെയാണെങ്കിൽ എ ഒറ്റയ്ക്ക് ഫില്ല് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 11/20 ഇൻറ്റു എ ഫില്ല് ചെയ്യാൻ എടുക്കുന്ന സമയമായ 20 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ നമുക്ക് 11 കിട്ടും. ഓക്കെ ആണോ? പറഞ്ഞ് മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. പൈപ്പ് എ ആൻഡ് ബി റണ്ണിങ് ടുഗദർ ക്യാൻ ഫിൽ എ സിസ്റ്റൺ ഇൻ 6 മിനിറ്റ് ഇഫ് ബി ടേക്സ് 5 മിനിറ്റ് മോർ എ ടു ഫിൽ ദ സിസ്റ്റൺ
then the time in which A and B will fill the cistern separately will be respectively. എന്താ പറഞ്ഞേക്കുന്നത്, എയും ബിയും കൂടെ ചേർന്ന് ഒരു ടാങ്ക് ഫില്ല് ചെയ്താൽ എയും ബിയും കൂടെ ചേർന്ന് ഒരു ടാങ്ക് ഫില്ല് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 6 മിനിറ്റ് ആണ്. 6 മിനിറ്റ്. എയും ബിയും കൂടെ ചേർന്ന് ഒരു ടാങ്ക് ഫില്ല് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 6 മിനിറ്റ് ആണ്. ഇഫ് ബി ടേക്സ് 5 മിനിറ്റ് മോർ ദാൻ എ എന്ന് പറയുന്ന ആൾ എക്സ് മിനിറ്റ് എടുത്താൽ എ എന്ന് പറയുന്ന ആൾ ഈ ടാങ്ക് ഫില്ല് ചെയ്യാൻ എക്സ് മിനിറ്റ് എടുക്കുകയാണെങ്കിൽ ബി അയാളെക്കാൾ 5 മിനിറ്റ് കൂടുതൽ എടുക്കും. എക്സിനേക്കാൾ 5 മിനിറ്റ് കൂടുതൽ ആരെടുക്കും? ബി എടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എ ആ ടാങ്ക് ഫില്ല് ചെയ്യാൻ എക്സ് മിനിറ്റ് എടുത്തു കഴിഞ്ഞാൽ ബി അയാളെക്കാൾ 5 മിനിറ്റ് കൂടുതൽ എടുക്കും. അങ്ങനെയാണെങ്കിൽ എയും ബിയും സെപ്പറേറ്റ് എ മാത്രമായിട്ട് ആ ടാങ്ക് ഫില്ല് ചെയ്യാൻ എത്ര സമയമെടുക്കും? ബി മാത്രമായിട്ട് ആ ടാങ്ക് ഫില്ല് ചെയ്യാൻ എത്ര സമയമെടുക്കും എന്നാണ് ക്വസ്റ്റ്യൻ. എ മാത്രമായിട്ട് ആ ടാങ്ക് ഫില്ല് ചെയ്യാൻ എത്ര സമയമെടുക്കും? ബി മാത്രമായിട്ട് ആ ടാങ്ക് ഫില്ല് ചെയ്യാൻ എത്ര സമയമെടുക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. മനസ്സിലായോ പറഞ്ഞത്? അതിനകത്ത് ഒരു ക്ലൂ തന്നവർ പറഞ്ഞു എ എന്ന് പറയുന്ന എക്സ് ആണെങ്കിൽ ബി എന്താണ്? എയേക്കാൾ 5 കൂടുതലാണ്. ചില കണക്കുകൾ നമ്മൾ ഓപ്ഷൻ നോക്കി കണ്ടുപിടിക്കും അല്ലേ? ചില കണക്കുകൾ നമുക്ക് ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ നമ്മൾ പറഞ്ഞു എ എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ ബി എന്തായിരിക്കണം? എക്സിനേക്കാൾ വലുതായിരിക്കണം, എക്സിനേക്കാൾ 5 കൂടുതലായിരിക്കണം. അങ്ങനെ വരാത്തത് ഓപ്ഷനിൽ നിന്ന് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. കണ്ടോ, 15ൻ്റെ കൂടെ 5 കൂട്ടിയാൽ 20 വരും. അപ്പോൾ ഇതിന് ചാൻസ് ഉണ്ട്. ഒന്നാമത്തെ ഓപ്ഷൻ എക്ക്. രണ്ടാമത്തെ സി, ഓപ്ഷൻ സി നോക്കിയേ, 10 മിനിറ്റ് അതിനേക്കാൾ 5 കൂടുതലാണ് 15. അടുത്ത് നോക്കിയേ, ബി എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു. 15 എ ആണെങ്കിൽ ബി 10 എന്നാണ് കൊടുത്തേക്കുന്നത്. എ 15 ആണെങ്കിൽ ബി 10 എന്നാണ് കൊടുത്തേക്കുന്നത്. ശരിയാണോ? അല്ല, ഇവിടെ 5 കൂടുതലാണെന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് ഈ ഓപ്ഷൻ എങ്കിൽ ക്യാൻസൽ ചെയ്ത് കളയാം. അടുത്ത ഓപ്ഷൻ നോക്കിയാൽ 25 എ ആണെങ്കിൽ 20 ബി ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. 20 നമുക്കറിയാം എയേക്കാൾ 5 കൂടുതൽ വരണമല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ഓപ്ഷനും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ 2 ഓപ്ഷൻ നമുക്ക് ക്വസ്റ്റ്യനകത്ത് നിന്ന് ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി അവശേഷിക്കുന്ന 15ഉം 20ഉം എന്ന് പറയുന്ന ഒരു ഓപ്ഷനും 10ഉം 15 എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. നമുക്ക് ഈ ഓപ്ഷനുകൾ നമ്മുടെ എക്കും ബിക്കും ഒന്ന് ഇട്ട് കൊടുക്കാം. നമ്മൾ പറയാണ് എ എന്ന് പറയുന്ന പൈപ്പ് 15 മിനിറ്റ് കൊണ്ട് ഒരു ടാങ്ക് ഫില്ല് ചെയ്യും. ബി എന്ന് പറയുന്ന പൈപ്പ് 20 മിനിറ്റ് കൊണ്ട് ഒരു ടാങ്ക് ഫില്ല് ചെയ്യുമെങ്കിൽ എയും ബിയും ചേർന്ന് കഴിഞ്ഞാൽ ഫില്ല് ചെയ്യുന്ന സമയം കണ്ടുപിടിക്കാൻ എന്തായിരുന്നു ഇക്വേഷൻ? XY ഡിവൈഡ് ബൈ X + Y അല്ലേ? ഈ വാല്യൂ ഒന്ന് ഇട്ട് നോക്കിയേ. 15 × 20 ഡിവൈഡഡ് ബൈ 15 + 20. ആൻസർ എത്ര കിട്ടും? 15 × 20 300 എന്ന് കിട്ടും അല്ലേ? 300 ഡിവൈഡഡ് ബൈ 15 + 20 35 എന്ന് കിട്ടും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 60/7 എന്ന് കിട്ടും. 60/7. ഇത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 60/7 എന്ന് കിട്ടും. അപ്പോൾ ഈ ഓപ്ഷൻ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അടുത്ത ഓപ്ഷൻ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ, അടുത്ത ഓപ്ഷൻ നോക്കിയേ, ഒന്നാമത്തെ ഓപ്ഷൻ അപ്പം തെറ്റാണ്. ഇനി അടുത്ത ഓപ്ഷനും കൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ആൻസർ കൺഫേം ചെയ്യാം. അടുത്തത് 10 എന്നും 15 എന്നും എടുക്കുന്നു. എ 10 എന്ന് എടുക്കുന്നു, ബി 15 എന്ന് എടുക്കുന്നു. എ 10 ബി 15. അടുത്ത ഓപ്ഷൻ നമ്മൾ എടുക്കുന്നു എ + ബി. ഇതേപോലെ എ + ബി എന്ന് കണ്ടുപിടിച്ച് എ + ബി = XY ഡിവൈഡ് ബൈ X + Y അല്ലേ? എക്സിന് പകരം 10 എന്ന് കൊടുക്കുന്നു, വൈക്ക് പകരം 15 എന്ന് കൊടുക്കുന്നു, ഡിവൈഡഡ് ബൈ 10 + 15. അപ്പോൾ 10 × 15 നമുക്ക് 150 എന്ന് എഴുതാം. ഡിവൈഡ് ബൈ 10 + 15 25. 150 ഡിവൈഡ് ബൈ 25 നമുക്ക് എത്ര കിട്ടും? 6 എന്ന് കിട്ടും അല്ലേ? 6 എന്ന് ആൻസർ കിട്ടും. അതായത് എയും ബിയും കൂടെ ചെയ്യുന്നത് എത്ര സമയം കൊണ്ട് തീരും? 6 മിനിറ്റ് എന്ന് തീരും. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അങ്ങനെ ചില കണക്കുകൾ നമുക്ക് ഓപ്ഷനകത്ത് നിന്ന് വരെ കണ്ടുപിടിക്കാം. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ 2 pipes A and B can fill a tank in 36 minutes and 45 minutes respectively. Another pipe C can empty the tank in 30 minutes. First A and B are open after 7 minutes. C is also open. The tank is filled up in. എന്താ പറഞ്ഞിരിക്കുന്നത്? എ എന്ന് പറയുന്ന പൈപ്പ് ആ ടാങ്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി 36 മിനിറ്റ് എടുക്കും. അതേപോലെ ബി എന്ന് പറയുന്ന ഒരു പൈപ്പ് അത് ഫില്ല് ചെയ്യാൻ വേണ്ടി 45 മിനിറ്റ് എടുക്കും. ആ ടാങ്ക് ഫില്ല് ചെയ്യാൻ എത്ര മിനിറ്റ് എടുക്കും? 45 മിനിറ്റ് എടുക്കും. ഇനി എന്താ പറയുന്നത്? വേറൊരു പൈപ്പ് ഉണ്ട്, അതാണ് പൈപ്പ് സി. പക്ഷേ അത് എന്ത് ചെയ്യുക? ആ ടാങ്ക് എംറ്റി ആക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. എത്ര മിനിറ്റ് കൊണ്ട് ആ ടാങ്ക് എംറ്റി ആവും? 30 മിനിറ്റ് കൊണ്ട് ടാങ്ക് എംറ്റി ആവും. ഫില്ലായൊരു ടാങ്ക് 30 മിനിറ്റ് കൊണ്ട് എംറ്റി ആകും. ഫസ്റ്റ് എ ആൻഡ് ബി ആർ ഓപ്പൺ ആഫ്റ്റർ 7 മിനിറ്റ്സ്. സി ഈസ് ആൾസോ ഓപ്പൺ. എന്താ പറയുക? ആദ്യം നമ്മൾ എയും ബിയും കൂടെ ഓപ്പൺ ചെയ്തിട്ട് 7 മിനിറ്റിന് ശേഷം എന്ത് ചെയ്തു? സി എന്ന് പറയുന്നത് ഓപ്പൺ ചെയ്തു. 7 മിനിറ്റിന് ശേഷം സി എന്ന് പറയുന്നത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ടാങ്ക് എത്ര സമയം കൊണ്ട് ഫില്ലാകുമെന്നാണ് ക്വസ്റ്റ്യൻ.
പറഞ്ഞ് മനസ്സിലായോ? അപ്പോൾ എയും ബിയും സിയും ഇത് മൂന്നും കൂടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എത്ര മിനിറ്റ് കൊണ്ട് ഇത് ഫില്ല് ചെയ്യുമെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് നമുക്കതിനെ ആ ടൈമിനെ നമുക്ക് എക്സ് എന്ന് എടുക്കാം. എക്സ് എന്ന് നമുക്ക് ആ ടൈമിനെ എടുക്കാം. മനസ്സിലായോ? എയും ബിയും സിയും കൂടെ ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എക്സ് സമയം കൊണ്ട് ഇത് ഫില്ലാകും എന്ന് നമുക്ക് പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് x/36 എന്ന് എടുക്കാം. x/36 കാരണം എക്സ് മിനിറ്റ് കൊണ്ട് അത് ഫില്ല് ചെയ്യുമെങ്കിൽ എ ചെയ്യുന്ന ജോലി x/36 എന്ന് എടുക്കാം. പ്ലസ് എന്തുകൊണ്ടാവുന്നത്? നമ്മൾ പറഞ്ഞു ഫില്ലാകുവാണെങ്കിൽ, ഒരു ടാങ്ക് ഫില്ലാകുവാണെങ്കിൽ ആ സമയത്ത് നമ്മൾ പോസിറ്റീവ് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യണം. എം ടി ആകുവാണെന്നുണ്ടെങ്കിൽ ആ ടൈമിനെ നമ്മൾ നെഗറ്റീവ് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യണം, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് x/36, അടുത്തത് എന്താ പറഞ്ഞത്? x/45, അല്ലേ? ഫില്ലാകാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് x/45. ഇത് രണ്ടും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടും? എയും ബിയും കൂടെ ചെയ്യുന്ന ജോലി കിട്ടും. ഇനി അതിനകത്തിലോട്ടാണ് സി വരുന്നത്. സി എന്ന് പറയുന്നത് എം ടി ആകാൻ എടുക്കുന്ന സമയമാണ്, അല്ലേ? എം ടി ആകാൻ എടുക്കുന്ന സമയം. അങ്ങനെയാണെങ്കിൽ എം ടി ആകാൻ എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? മൈനസ് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യും. എത്ര? 30 താഴെ, അല്ലേ? 30 താഴെ വരും. എത്ര സമയം എടുക്കുന്നത്? ആകെ ഇത് ഫില്ലാകാൻ എടുക്കുന്ന സമയം നമ്മൾ പറഞ്ഞു എക്സ് ആണ് ഫില്ലാകാൻ എടുക്കുന്നത്. പക്ഷേ എയും ബിയും തുറന്നതിന് ശേഷം എന്ന് വെച്ചാൽ എയും ബിയും തുറക്കുന്ന സമയം മുതലാണ് ടാങ്ക് ഫില്ലാകുന്ന സമയം വരെയുള്ള ടൈമാണ് എക്സ് എന്ന് പറയുന്നത്. പക്ഷേ എയും ബിയും തുറന്നതിന് ശേഷം 7 മിനിറ്റിന് ശേഷമാണ് എന്ത് ചെയ്തത്? സി തുറക്കുന്നത്. അതുകൊണ്ട് നമുക്കിതിനെ x-7 എന്ന് എടുക്കാം. മനസ്സിലായോ? എക്സ് എന്ന് പറയുന്നത് എയും ബിയും ഓപ്പൺ ചെയ്യുന്നിടം മുതൽ ടാങ്ക് ഫില്ല് ചെയ്യുന്നിടം വരെയുള്ള സമയമാണ്. അപ്പോൾ ഇവർ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുണ്ട് എയും ബിയും തുറന്നതിന് ശേഷം 7 മിനിറ്റിന് ശേഷമാണ് ആര് തുറക്കുന്നത്? സി തുറക്കുന്നത്. അതായത് x-7 ആയിരിക്കും സി തുറക്കുന്ന ടൈം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇത് ഇത്രയും കൂടെ ഒന്ന് ചെയ്ത് നോക്കിയേ, എത്ര കിട്ടുമായിരിക്കും നമുക്ക്? നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ 3 ഡിനോമിനേറ്റർ ഉണ്ടല്ലോ, ഈ 3 ഫ്രാക്ഷൻ്റെയും ഡിനോമിനേറ്റർ 36, 45, 30, ഈ 3 എണ്ണത്തിൻ്റെ LCM കാണുക. LCM കാണാൻ അറിയാത്തവർ നമ്മുടെ LCM ആൻഡ് HCF എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് LCM കാണാൻ വേണ്ടി ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ആ LCM കാണുക. അതേ ഇവിടെ 36, 45, 30 നമ്മൾ ചെയ്ത് നോക്കിയത് 36, 45, 30 LCM എന്ന് എടുത്ത് നോക്കിയാൽ നമുക്ക് ആദ്യം 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. കാരണം ഇവിടെ 45, 30 ഉണ്ട്, അല്ലേ? 5 കൊണ്ട് 36നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ 36 താഴേക്ക് എഴുതി. ബാക്കി 45നെ 5 കൊണ്ട് ചെയ്താൽ 9 എന്ന് കിട്ടും. 30നെ 5 കൊണ്ട് ചെയ്താൽ 6 എന്ന് കിട്ടും, അല്ലേ? ഡിവൈഡഡ് ബൈ, ഇനി എന്ത് ചെയ്യാം? നമുക്ക് 3 കൊണ്ട് ചെയ്യാം. എല്ലാവരെയും 3 കൊണ്ട് ചെയ്യാം. 3 കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇവിടെ 12 എന്ന് കിട്ടും. ഇവിടെ 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 എന്ന് കിട്ടും. 6നെ 3 കൊണ്ട് ചെയ്യുമ്പോൾ 2 എന്ന് കിട്ടും. ഇനിയും നമുക്ക് എന്ത് ചെയ്യാം? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 12നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 എന്ന് കിട്ടും. 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 എന്ന് കിട്ടും. 3നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല, 2 താഴോട്ട് ഇറങ്ങി. ഇനി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 എന്ന് കിട്ടും. ഇവിടെ 1 എന്ന് കിട്ടും. 2 ഡിവൈഡ് ബൈ 2 1 എന്ന് കിട്ടും, അല്ലേ? ഇനി എന്ത് ചെയ്യാം? നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ 1 1 1 എന്ന് കിട്ടും. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഗുണിച്ച് നോക്കുക. 5 × 3 15, 15 × 3 45, 45 × 2 90, 90 × 2 180. നമുക്ക് LCM എത്ര എന്ന് കിട്ടി? 180 എന്ന LCM കിട്ടി, അല്ലേ? ഇനി LCM 180 കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം നമ്മൾ? LCM 180 കിട്ടിക്കഴിഞ്ഞാൽ ഇതിനകത്തിലെ ഓരോ ഫ്രാക്ഷൻ്റെയും ഡിനോമിനേറ്റർ എന്തായിട്ട് എടുക്കുക? 180ലേക്ക് മാറ്റണം. ഓരോ ഫ്രാക്ഷൻ്റെയും ഡിനോമിനേറ്റർ എന്ത് ചെയ്യുക? 180ലേക്ക് മാറ്റുക. ആദ്യത്തെ ഫ്രാക്ഷനായ x/36 അതിൻ്റെ ഡിനോമിനേറ്റർ 180 ആകണമെങ്കിൽ 36നെ എന്തുകൊണ്ട് ഗുണിക്കണം? 36നെ എന്തുകൊണ്ട് ഗുണിച്ചാലാണ് നമുക്ക് 180 എന്ന് പറയുന്ന ആൻസർ കിട്ടുക? 5, അല്ലേ? അപ്പം 36നെ 5 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് 180 എന്ന് ഡിനോമിനേറ്റർ കിട്ടും. അപ്പം ഡിനോമിനേറ്റർ ഏത് നമ്പർ കൊണ്ട് ഗുണിക്കുന്നോ അതോ നമ്പർ കൊണ്ട് തന്നെ എവിടെയും ഗുണിക്കണം, ന്യൂമറേറ്ററിലും ഗുണിക്കണം. എങ്കിൽ മാത്രമേ ഈ ഫ്രാക്ഷൻ്റെ വാല്യൂ മാറാതിരിക്കത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് 5x എന്ന് കിട്ടി. അപ്പോൾ ഒന്നാമത്തെ x/36 പകരം നമുക്ക് എന്ത് എഴുതാം? 5x ഡിവൈഡഡ് ബൈ 180 എന്ന് എഴുതാം. പ്ലസ് അടുത്ത x/45, അല്ലേ? x/45 അടുത്ത ഇക്വേഷൻ, അടുത്ത ഫ്രാക്ഷൻ x/45. അതിൻ്റെ ഡിനോമിനേറ്റർ 180 ആകണമെങ്കിൽ എത്ര കൊണ്ട് ഗുണിച്ചിരിക്കണം? എത്ര കൊണ്ട് ഗുണിക്കണം? 4 കൊണ്ട് ഗുണിക്കണം, അല്ലേ? 4 കൊണ്ട് 45നെ 4 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് 180 കിട്ടും. അതുകൊണ്ട് ന്യൂമറേറ്ററിലും 4 കൊണ്ട് ഗുണിക്കുക. 4x എന്ന് കിട്ടി. അടുത്തത് x-7 ഡിവൈഡഡ് ബൈ 30 ഫ്രാക്ഷൻ താഴെ, അല്ലേ? താഴെ 30 180 ആകണമെങ്കിൽ 30നെ എത്ര കൊണ്ട് ഗുണിക്കണം? 6 കൊണ്ട് ഗുണിക്കണം, അല്ലേ? 6 കൊണ്ട് ഗുണിച്ചാലാണ് 30 കിട്ടുക. താഴെ 6 കൊണ്ട് ഗുണിക്കുന്നത് പോലെ മേളിലും 6 കൊണ്ട് ഗുണിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻസർ കിട്ടും എത്ര?
6 എക്സ് മൈനസ് 7 ഡിവൈഡ് ബൈ 180. അപ്പം എക്സ് ബൈ 45 വരും നമ്മൾ 4x ഡിവൈഡഡ് ബൈ 180 എന്ന് എഴുതി. അതേപോലെ മൈനസ് 6 എക്സ് മൈനസ് 7 ഡിവൈഡഡ് ബൈ 180 എന്ന് എഴുതി. ഓക്കെ, ഇത്രയും മനസ്സിലായോ? ഇനി എന്ത് ചെയ്യുക, ഇതെല്ലാം കൂടെ കൂട്ടി എഴുതണം അല്ലേ. ഇതെല്ലാം കൂടെ കൂട്ടാൻ എന്തേ നോക്കിയേ, 150 എല്ലാവരുടെയും ഡിനോമിനേറ്റർ 150 ആയതുകൊണ്ട് ഞാൻ 150 എന്ന് ഡിനോമിനേറ്റർ എടുത്തു. 5x പ്ലസ് 4x 9x കിട്ടും അല്ലേ. 9x മൈനസ് 6 x 6x മൈനസ് 6 മൈനസ് 7 6 7 42 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവുമെന്ന് വെച്ചാൽ -6 കൊണ്ടാണ് നമ്മൾ എക്സിനെ ഗുണിക്കുന്നത്. അതുകൊണ്ട് -6x എന്ന് കിട്ടി. -6 ഇൻറ്റു -7 അല്ലേ, -7 ഏത് നമ്പറിൻ്റെയും മുന്നിലുള്ളത് ഏതാണോ സൈൻ അത് ആ നമ്പറിനുള്ള സൈൻ ആയിരിക്കും -7. -6 ഇൻറ്റു -7 പ്ലസ് 42 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ അപ്പോൾ 9x മൈനസ് 6x എത്ര കിട്ടും, 3x എന്ന് കിട്ടും. 3x പ്ലസ് 42 ഡിവൈഡഡ് ബൈ 180 എന്ന് കിട്ടും, 180. അപ്പോൾ ഇത്രയും സമയമുണ്ടെങ്കിലാണ് ടാങ്ക് ഫില്ലാകുന്നത്. അതുകൊണ്ട് നമുക്ക് ടാങ്ക് ഫില്ലാകുന്നതിന്, ഒരു തവണ ടാങ്ക് ഫില്ലാകുന്നതിന് 1 എന്ന് എടുക്കാം. അപ്പോൾ ഇത്രയും സമയമുണ്ടെങ്കിൽ എന്ത് ചെയ്യൂ, ഒരു ടാങ്ക് ഫില്ലാവും. നമ്മളിവിടെ എക്സ് എടുത്തല്ലോ. എക്സ് എന്ന് പറയുന്നത് എന്താ, ടാങ്ക് ഫില്ല് ചെയ്യാൻ എടുക്കുന്ന ടൈമാണ് അല്ലേ. ഫില്ല് ചെയ്യാൻ എടുക്കുന്ന ടൈമാണ് ഈ എടുത്തേക്കുന്ന ഓരോ എക്സും എന്ന് പറയുന്നത്. അതായത് ഒരു തവണ ടാങ്ക് ഫില്ല് ചെയ്യാൻ എടുക്കുന്ന ടൈം. അതുകൊണ്ട് നമുക്കിവിടെ 1 എന്ന് കൊടുക്കാം. മനസ്സിലായോ? ഇത്രയും സമയം ചെയ്യുമ്പോൾ ഒരു ടാങ്ക് ഫില്ലാകും. ഓക്കെ, ഇതിൽ നിന്നും 3x പ്ലസ് 42 ഈക്വൽ ടു ഈ 180 ഡിവൈഡ് ചെയ്തേക്കുന്ന 180 ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പം ഇൻറ്റു ചെയ്യും. എന്ന് വെച്ചാൽ 1 ഇൻറ്റു 180 എന്ന് കിട്ടും. ഇനി 42നെ എന്ത് ചെയ്യും, നമ്മൾ ഈക്വൽ ടുൻ്റെ അപ്പുറത്തോട്ട് പോകും. പ്ലസ് 42 അപ്പുറത്ത് പോകുമ്പോൾ എന്താവും, -42 ആവും. അതായത് 3x ഈക്വൽ ടു 180 മൈനസ് 42. 180 മൈനസ് 42 എത്ര കിട്ടും, 180 മൈനസ് 42 138. ഇനി 3x ഈക്വൽ ടു 138 ആണെങ്കിൽ എക്സ് ഈക്വൽ ടു ഇവിടെ ഗുണിച്ചിരിക്കുന്ന 3 ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും, ഡിവിഷൻ ആവും. 138 ഡിവൈഡഡ് ബൈ 3, 138 ഡിവൈഡ് ബൈ 3 ആൻസർ കിട്ടും 46 മിനിറ്റ്സ്. ഓക്കെ, ആൻസർ ബി 46 മിനിറ്റ്. മനസ്സിലായോ പറഞ്ഞേക്കുന്നത്? എന്താ പറഞ്ഞത്, എ ഒരു ടാങ്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയം 36 മിനിറ്റ് ആണ്. ബി ഒരു ടാങ്ക് ഫില്ല് ചെയ്യാൻ എടുക്കുന്ന സമയം 45 മിനിറ്റ് ആണ്. അതിനകത്ത് സി എന്ന് പറയുന്ന ഒരു പൈപ്പ് ഉണ്ട്. ആ പൈപ്പിനകത്ത് കൂടെ എന്ത് ചെയ്യും, ടാങ്ക് എം ടി ആകാൻ എടുക്കുന്ന സമയം 30 മിനിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് മൂന്നും കൂടെ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര സമയം കൊണ്ടാണ് ഇത് ടാങ്ക് ഫില്ലാവുന്നതെന്ന് നമുക്കറിയില്ല. എത്ര സമയം കൊണ്ട് ടാങ്ക് ഫില്ലാകുമെന്ന് നമുക്കറിയില്ല. ആ ടൈമിനെ നമ്മൾ എക്സ് എന്ന് എടുക്കുകയാണെങ്കിൽ ഇതിൽ ഓരോരുത്തരും ചെയ്ത പ്രവൃത്തി എന്ന് പറയുന്ന 36 അല്ലേ. ആദ്യം എ ചെയ്ത പ്രവൃത്തി എന്ന് പറയുന്ന, അല്ലെങ്കിൽ എ എന്ന് പറയുന്ന പൈപ്പിനകത്ത് കൂടെ വെള്ളം തുറന്നു വിട്ടാൽ എത്ര സമയം കൊണ്ട് ആ ടാങ്ക് ഫില്ല് ചെയ്യും, x/36 മിനിറ്റ് എടുക്കും. അതേപോലെ ബിയോ x/45 മിനിറ്റ് എടുക്കും. ഇനിയോ സി ചെയ്യുന്നതോ x-7 വരാൻ കാരണം ഇവർ രണ്ടുപേരും കൂടെ ഓപ്പൺ ചെയ്തതിന് ശേഷം 7 മിനിറ്റ് കഴിഞ്ഞാണ് എന്ത് ഓപ്പൺ ആവുന്നത്, സി എന്ന് പറയുന്ന പൈപ്പ് ഓപ്പൺ ആവുന്നത്. അതുകൊണ്ടാണ് x-7/30. ഇനി ഇവിടെ മൈനസ് സൈൻ വരാൻ കാരണം എന്താ, ഇവിടെ എം ടി ആകാൻ എടുക്കുന്ന സമയം എപ്പോഴും മൈനസിൽ വേണം എടുക്കാൻ. അതുകൊണ്ട് -x-7 ഡിവൈഡ് ബൈ 30 എന്ന് എടുത്തു. ഇത് ചെയ്യുമ്പോൾ ഒരു തവണയാണ് ആ ടാങ്ക് ഫില്ലാവുന്നത് അല്ലേ. അതുകൊണ്ടാണ് നമ്മളിവിടെ 1 എടുത്തേക്കുന്നത്. ഓക്കെ, അതിൽ നിന്ന് നമ്മൾ എക്സ് കണ്ടുപിടിച്ചു. എക്സ് ആ ടാങ്ക് ഫില്ലാകാൻ എടുക്കുന്ന സമയമാണ് നമ്മൾ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്ത് ആ എക്സ് കണ്ടുപിടിച്ചു, 46 മിനിറ്റ്. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 3 ടാപ്പ് എ ആൻഡ് ബി, A, B and C fill tank 20 minutes, 50 minutes, 12 minutes. എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു 3 ടാപ്പ് അല്ലേ. എ എന്ന് പറയുന്ന ടാപ്പ്, ബി എന്ന് പറയുന്ന ടാപ്പ്, സി എന്ന് പറയുന്ന ടാപ്പ്. എ ഫില്ല് ചെയ്യാൻ എടുക്കുന്ന സമയം 20 മിനിറ്റ്, ബി ഫില്ല് ചെയ്യാൻ എടുക്കുന്ന സമയം 15 മിനിറ്റ്, സി ഫില്ല് ചെയ്യാൻ എടുക്കുന്ന സമയം 12 മിനിറ്റ്. അങ്ങനാണെങ്കിൽ ഈ 3 ടാപ്പും ഓപ്പൺ ചെയ്ത് വിടുകയാണെങ്കിൽ എത്ര മിനിറ്റ് കൊണ്ട് ആ ടാങ്കിൻ്റെ 40% ഫില്ല് ചെയ്യും? ഫുള്ള് ഫില്ല് ചെയ്യേണ്ട, 40% ഫില്ല് ചെയ്യാൻ എടുക്കുന്ന സമയം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 40% ഫില്ല് ചെയ്യാൻ എടുക്കുന്ന സമയമാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ആദ്യം നമുക്ക് ഈ 3 പൈപ്പും കൂടെ ഓപ്പൺ ചെയ്ത് വിട്ടാൽ എത്ര സമയം കൊണ്ട് ആ ടാങ്ക് ഫില്ലാകുമെന്ന് കണ്ടുപിടിക്കാം. ഈ 3 ടാപ്പും കൂടെ ഓപ്പൺ ചെയ്ത് വിട്ടാൽ എത്ര സമയം കൊണ്ട് ആ ടാങ്ക് ഫില്ല് ചെയ്യും? ഓക്കെ, എങ്ങനെയാണ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്തായിരുന്നു? ഇക്വേഷൻ 2 ടാപ്പ് ആണെങ്കിലുള്ള ഇക്വേഷൻ എന്തായിരുന്നു? XY ഡിവൈഡ് ബൈ X പ്ലസ് വൈ അല്ലേ. 2 ടാപ്പ് ആണെങ്കിൽ XY ഡിവൈഡ് ബൈ X പ്ലസ് വൈ. ഇനി 3 ടാപ്പ് ആണെങ്കിലോ XYZ. ഇതിനെ X എന്നും Y എന്നും Z എന്നും റെപ്രസെൻറ്റ് ചെയ്താൽ XYZ ഡിവൈഡഡ് ബൈ XY പ്ലസ്
എക്സ് വൈ പ്ലസ് എക്സ് ഇസഡ് പ്ലസ് വൈ ഇസഡ്, എക്സ് ഇസഡ് പ്ലസ് വൈ ഇസഡ്. മനസ്സിലായോ? ഇതാണ് ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ അതിലോട്ട് ഇട്ട് കൊടുക്കുകയെ 20 ഇൻറ്റു 15 ഇൻറ്റു 12 ഡിവൈഡഡ് ബൈ എക്സ് വൈ. എക്സ് വൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ 20 ഇൻറ്റു 15, ഇതിനെ നമുക്ക് എക്സ് എന്നെടുക്കാം, ഇത് വൈ, ഇത് ഇസഡ്. ഓക്കെ, അപ്പോൾ 20 ഇൻറ്റു 15, 20 ഇൻറ്റു 15 എത്ര കിട്ടും? 300 എന്ന് കിട്ടും അല്ലേ? 20 ഇൻറ്റു 15 300 എന്ന് കിട്ടും. പ്ലസ് അടുത്ത എക്സ് ഇസഡ്, എക്സ് ഇൻറ്റു 12 അല്ലേ? 12 ഇൻറ്റു 20 240 എന്ന് കിട്ടും, 240 പ്ലസ് അടുത്ത എന്തുവാ? വൈ ഇസഡ്, വൈ ഇൻറ്റു ഇസഡ് 15 ഇൻറ്റു 12, 15 ഇൻറ്റു 12 180 എന്ന് കിട്ടും. ഓക്കെ ആണോ? ഇനി ഇത് ഇത്രയും കൂടെ ഒന്ന് ചെയ്ത് നോക്കിയേ. 180 മൊത്തത്തിൽ ഒന്ന് ചെയ്ത് നോക്കിയേ. 20 ഇൻറ്റു 15 ഇൻറ്റു 12 ഡിവൈഡഡ് ബൈ ഇത് ഇത്രയും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 720 എന്ന് കിട്ടും. ഇനി ഇത് ഡിവൈഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 5 മിനിറ്റ് എന്ന് കിട്ടും ആൻസർ, 5 മിനിറ്റ്. അപ്പോൾ ആ ടാങ്ക് ഈ 3 പൈപ്പും കൂടെ ഓപ്പൺ ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ ആ ടാങ്ക് ഫില്ല് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 5 മിനിറ്റ് ആണ്. ഫില്ലാകാൻ വേണ്ടി എടുക്കുന്ന ടൈം 5 മിനിറ്റ്. പക്ഷേ നമുക്ക് എത്ര ശതമാനം ഫില്ല് ചെയ്യാനുള്ള സമയമാണ് കണ്ടുപിടിക്കേണ്ടത്? 40%. ആ ടാങ്ക് ഫുള്ള് ഫില്ല് ചെയ്യേണ്ട, 40% ഫില്ല് ചെയ്യാൻ എടുക്കുന്ന സമയം കണ്ടുപിടിച്ചാൽ മതി. അതിനെന്ത് ചെയ്യണം? മുഴുവനും ഫില്ലാകാൻ എടുക്കുന്ന സമയം എന്ന് വെച്ചാൽ 5 ആണ്. 5ന് എന്ത് ചെയ്യുക? ഇതിൻ്റെ 40% കണ്ടുപിടിക്കുക. 40 ഡിവൈഡ് ബൈ 100. 40% കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? 40 ഡിവൈഡ് ബൈ 100 അല്ലേ? 0 ക്യാൻസൽ ചെയ്തു. 5ഉം 10ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ 2 എന്ന് കിട്ടും. 2ഉം 4ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ 2 എന്ന് കിട്ടും. ആൻസർ എത്ര കിട്ടും? നമുക്ക് 2 മിനിറ്റ് എന്ന് കിട്ടും. 2 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യും? ആ ടാങ്കിൻ്റെ 40% ഫില്ലാവും. അപ്പോൾ എന്താ പറഞ്ഞത്? ആദ്യം ആ ടാങ്ക് മൊത്തത്തിൽ ഫില്ല് ചെയ്യാൻ എടുക്കുന്ന സമയം കണ്ടുപിടിക്കുന്നു, 5 മിനിറ്റ്. ഇനി എന്താ പറയുന്നത്? ആ ടാങ്ക് 40% നമുക്ക് ഫില്ല് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ മുഴുവൻ ഫില്ല് ചെയ്യാൻ എടുക്കുന്ന സമയം ഇൻറ്റു 40 ഡിവൈഡ് ബൈ 100. ഓക്കെ ആണോ? അതോടുകൂടി പൈപ്പ് ആൻഡ് സിസ്റ്റം അല്ലെങ്കിൽ പൈപ്പും ജലസംഭരണിയും എന്നുള്ള ടോപ്പിക്കും കൂടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. RRB ബേസ് ചെയ്താണ് ക്വസ്റ്റ്യൻ ചെയ്തത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ